Hi, welcome to our channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരക്കുഴമ്പ്. ഇതൊരു തമിഴ്നാട് ഡിഷാണ്. കാരം പറഞ്ഞ എരിവ്. അപ്പോൾ എരിവുള്ള ഒരു കറി. അത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഈ കറി ചെയ്യുന്നത് മെയിൻലി ഒരു 3 സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ തന്നെ മസാല ഉണ്ടാക്കും ഈ കറി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിൻ വെജിറ്റബിൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വഴുതനങ്ങ. അപ്പോൾ അതിനെ ഫ്രൈ ചെയ്തിട്ട് അതിൽ പുളിവെള്ളം ഒഴിച്ച് പിന്നെ മസാല മിക്സ് ചെയ്ത് കുക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മെയിൻ സ്റ്റെപ്സ്. നമ്മൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല അരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ 1 സ്പൂൺ കടലപ്പരിപ്പ്, 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരുംജീരകം, 4-5 വറ്റൽമുളക്. എല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നല്ല കളറ് മാറുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയുടെ വാട്ടർ കണ്ടൻറ്റ് പോകുന്നവരെ കുറച്ച് നേരം നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഫുൾ കളർ മാറുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് ഈ പാനിൽ പിന്നെയും ഒരു 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഒരു 6 ചെറിയ ഉള്ളി എടുക്കാം. ഇപ്പോൾ ഇതിൽ ഒരു തക്കാളിയും കൂടെ എടുക്കാം. തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ചെയ്യാം. ഇത് രണ്ടിയും കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് ഫ്രൈ ചെയ്താൽ മതി. ഇതിനെയും കൂടെ ഇപ്പം മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കി കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ പിന്നെയും എടുക്കാം. ഇപ്പോൾ ഇതിൽ 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ ഉലുവ, ഒരു 12 ചെറിയ ഉള്ളി, നീട്ടത്തിൽ അരിഞ്ഞ് വഴുതനങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം. ഇപ്പം വഴുതനങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല അല്ലേ, അതിന് ഇതിൽ ഇട്ട് കൊടുക്കാം. പച്ച മണം മാറുന്നവരെ എണ്ണയിൽ നല്ല വഴറ്റി കൊടുക്കാം. ഇപ്പം കുറച്ച് കറിവേപ്പിലയും ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം. ഇനി 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാം. ഒരു ചെറിയ പിഞ്ച് ഓഫ് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കറി നന്നായിട്ട് തിളയ്ക്കുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കറി റെഡി.